നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. നമുക്കൊപ്പം ഇടത് സഹയാത്രികനും മുൻ MLA-യുമായ കാരാട്ട് റസാഖ് ചേരുകയാണ്. കൊടുവള്ളിയിൽ 2016 മിന്നുന്ന വിജയം. ഇനി എങ്ങനെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത്? കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം 2016 പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് കൊടുവള്ളിക്ക് ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 2021 ചെറിയ വോട്ടിനാണ് ഞാൻ പരാജയപ്പെട്ടത്. ഈ തവണ ആരായിരിക്കും എന്നുള്ളത് പാർട്ടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ കാരാട്ട് റസാഖിൻ്റെ പേര് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അല്ല, അത് സംബന്ധിച്ച് എനിക്ക് വിവരങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നാം പിണറായി സർക്കാരിൽ 1300 കോടിയുടെ വികസനം കൊടുവള്ളി മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ ആത്മവിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇത്തവണ മുനീർ സാഹിബ് മറ്റൊരു സുരക്ഷിത മണ്ഡലം തേടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമാണല്ലോ. കാരണം സുരക്ഷിത മണ്ഡലം അല്ലാത്തത് കൊണ്ടാണല്ലോ അദ്ദേഹം കൊടുവള്ളി വിട്ട് ഓടേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഓടേണ്ടി വരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ വ്യവസ്ഥകൾ ഒക്കെ മാറ്റിവെച്ച് വിജയസാധ്യതക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കാൻ പാർട്ടിയും മുന്നണിയും ആലോചിക്കുന്നത്. അത് സംബന്ധിച്ച് പാർട്ടി അത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വിജയസാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായുള്ള നടപടി ഓരോ മണ്ഡലത്തിലും ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും പരിശോധിക്കുന്നതും. അവർക്ക് തെറ്റുപറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൊടുവള്ളി മണ്ഡലത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥി LDF-ന് ഉണ്ടാകും എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. നമുക്ക് ആലോചിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. പാർട്ടി പറയുകയാണെങ്കിൽ ആലോചിക്കുക, അല്ലാണ്ട് ഒരു തീരുമാനം പൂർണ്ണമായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഒരു മൂന്നാം LDF സർക്കാരിൻ്റെ സാധ്യത എത്രത്തോളമാണ്? ഒരുപാട് വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപാട് നന്മകളും വികസനങ്ങളും നടത്തിയുള്ള ഒരു ഗവൺമെൻറ് എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മൂന്നാം പിണറായി സർക്കാരിനെയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല, തർക്കവുമില്ല. മൂന്നാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാവുകയാണ് എങ്കിൽ മത്സരരംഗത്ത് ഉണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.